അതിൻ്റെ ആസ്ഥാന മ്യൂസിക്കാണ്. കണ്ടില്ലേ സമയം. അങ്ങനെ ഒരു കിളി പോയ സമയത്ത് നമ്മൾ രാവിലെ നേരത്തെ എണീച്ചിട്ട് മൂന്നാർ പോവാണ്. ഇപ്പോൾ ഇവിടെ KSRTC സ്റ്റാൻഡിലാണ്. ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. അങ്ങനെ ബസ് കയറിയതും ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ യാത്ര. KSRTCയുടെ മിന്നൽ സർവീസിലാണ് യാത്ര ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര. ഇങ്ങനത്തെ ഒരു ബസ്സിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. നമ്മളൊന്ന് ചെറുതായിട്ട് മയങ്ങി എണീച്ചപ്പോഴേക്കും രാവിലെ ഒരു 7:15 കൂടിയിട്ടാണ് നമ്മൾ മൂന്നാറിലെത്തുന്നത്. ഇടയ്ക്ക് ഒരു ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ രാവിലെ 2 മണിക്ക് എണീച്ച് പോയത് നമുക്ക് വർത്താവോ? എനിക്കാണെച്ചാൽ ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ മൈഗ്രെയിന്, ലോ BP അങ്ങനെ പല പല പ്രശ്നങ്ങളുള്ളതാണ്. അങ്ങനെ ബസ് ആദ്യം നിന്നത് മൂന്നാർ ടൗണിലാണ്. ഇതേ കണ്ടോ, ഇത്രയും ആൾക്കാർ അവിടെ നിൽക്കുന്നത്. യാത്രക്കാരെ ഇറങ്ങി വരുമ്പോൾ അവർ ഇന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, യാത്രക്കാരെ ഇതാക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരുന്നു. നമ്മൾ പിന്നെ പോണ പ്ലാന് അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ മൂന്നാറിൻ്റെ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ബസ് ഇറങ്ങിയത്. KSRTCയുടെ മിന്നൽ ബസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമുക്ക് ചാരി കിടക്കാം, അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. പിന്നെ ചാർജിങ് പോയിൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ബസ് ഇറങ്ങിയ ഉടനെ നമ്മൾ ബുക്കിംഗ് ഓഫീസിൽ പോയിട്ട് സൈറ്റ് സീയിങ്ങിൻ്റെ ബസ് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാം ഗുദാവഹ ആയിരുന്നു. പെട്ടെന്ന് തോന്നിയ ഒരു വട്ടിന് മൂന്നാറിക്ക് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ 9 മണിക്ക് ഡബിൾ ഡെക്കറിൻ്റെ സൈറ്റ് സീയിങ് ബസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെന്ന്. ഓൺലൈനിൽ നോക്കുമ്പോൾ സീറ്റൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ പൈസ കൊടുക്കുമ്പോൾ പറയാണ് വെയിറ്റിംഗ് ലിസ്റ്റാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ. അപ്പോൾ ഇനി വണ്ടി വന്നിട്ട് കയറിയിരിക്കണം, അല്ലാണ്ട് ബുക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ സീറ്റ് കിട്ടിയാൽ പോവാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ കുറച്ച് ടീ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാനുണ്ട്. ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട്. എന്താകുമോ എന്തോ. KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പ്യുവർ വെജ് ഹോട്ടലിൽ കയറിയിട്ട് ദോശയും വടയൊക്കെ കഴിച്ചു കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ചായ കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റായിരുന്നു. ഇവിടെ 5:45 ശരിക്കും മൂന്നാറ് ടൈം. പക്ഷെ നമ്മളെത്തിയപ്പോൾ 7:15 ഒക്കെ ആയി. അന്ന പാടെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് എടിപിടിന്ന് കൊണ്ട് നടക്കാൻ പറ്റണത്. ഇല്ലെങ്കിൽ ഞാനൊരു ഭാഗത്ത് കിടക്കും. ഇത് കണ്ടോ, 9 മണിക്കല്ലേ ബസ്. അപ്പോൾ അതുവരെ ചുമ്മാ ഒന്ന് ഈ ഇവിടെയൊക്കെ കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. സംഭവം ഉണ്ടല്ലോ, നമുക്ക് ക്യാമറയിൽ പതിയണേക്കാട്ടും ഭംഗിയാണ്. അതും എൻ്റെ ക്യാമറ നന്നല്ലായിട്ടാണോ എന്ന് പറയാൻ പറ്റില്ല. ഇതിനെന്തോ ഒരു പേര് പറയുമല്ലോ, അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഒട്ടിച്ചോക്കായിരുന്നു. ഇത് കണ്ടോ, എന്ത് രസം അറിയോ. സത്യം പറഞ്ഞാൽ എൻ്റെ മൊബൈലിൽ ഇതിൻ്റെ ഭംഗിയൊന്നും അത്ര കിട്ടില്ല. ആവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇവിടെ ഭയങ്കര തണുപ്പാണ്, എനിക്ക് വയ്യ. സാധാരണ ഞാനൊരു ടോപ്പാണ് ഇടല്. ഇതെന്തോ ഒരു ഭാഗ്യത്തിന് ചുരിദാർ എടുത്തിട്ടോണ്ട് പുതച്ച് നടക്കാം. സിനിമയിലൊക്കെ, പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിരിക്കണത് ഇങ്ങനെ മൂന്നാറ്, ഊട്ടി, തേക്കടിയൊക്കെ ഇട്ട് നടക്കില്ലേ ഇതുപോലെ. എന്തോ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ. മണത്ത് നോക്കി വല്ല അലർജിയും വന്നാലും അവിടെ കിടക്കും. നല്ല ഭംഗിയില്ലേ. നമ്മൾ പൂക്കളെ പൊട്ടിച്ച് നശിപ്പിക്കണ്ട, നമ്മളോ നശിച്ചു. പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കണ്ട. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഡ്രസ്സ് ഇങ്ങനെ ഇടും, അത് കഴിഞ്ഞ് അനന്തഭദ്രത്തെ മനസ്സിലാക്കി അത്ര. മൂന്നാറിൽ കണ്ട ഒരു മരമാണ് സംഭവം. ഇതിൻ്റെ പേരെന്താ അറിയോ ആർക്കെങ്കിലും? ഇതുണ്ടോ സംഭവം? കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ മൊബൈലിൽ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടണില്ല. ഇതിൻ്റെ പേരെന്താ അറിയോ? അങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റാണ്ട് ഞങ്ങൾ കണ്ടക്ടറോട് പറഞ്ഞിട്ട് 2 സീറ്റ് ഒപ്പിച്ചു. ഡെക്കറിൻ്റെ ഉള്ളിൽ വന്നതാണ്. ഇതാണ് ലോ ഫ്ലോർ, ചോട്ടിലത്തെയാണിത്. നമ്മൾ ബുക്ക് ചെയ്തത് മുകളിലാണ്. പോയേക്കാം. ഇതെന്താ സംഭവം? ഇരിക്കാനോ കിടക്കാനോ? ഞാനിതുവരെ ഇങ്ങനെ പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. മുകളിൽ പോയേക്കാം. ഇതാണ് മുകളിലോട്ടുള്ള വഴി.
ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഡബിൾ ഡക്കറിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സീറ്റൊക്കെ കാലിയായിരുന്നു. നേരത്തെ ആപ്പിൽ നോക്കിയപ്പോൾ 8:15 ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ പറഞ്ഞു ബസ് എടുത്തു എന്ന്. അതായത് 9 മണിക്കാണ് സമയം, പക്ഷേ അത് 8:15 എടുത്തു എന്നാണ് ആപ്പിൽ കണ്ടത്. ഇപ്പോൾ സമയം 9:10. ഇപ്പോഴാണിത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയോ നടക്കുന്നു. എന്തായാലും സംഭവം സൂപ്പറാണ് കേട്ടോ. ഇനിയിപ്പോൾ എത്ര ബുദ്ധിമുട്ടില്ല, നമുക്ക് KSRTC എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാണ് എനിക്ക് കേട്ടോ ഇഷ്ടം. ഡബിൾ ഡക്കറിൽ അപ്പറിൽ നമുക്ക് 400 രൂപയും ലോവറിൽ 200 രൂപയാണ് ചാർജ് വരുന്നത്. ഞങ്ങൾ പോയപ്പോൾ വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. ലോവറിലാകെ 2 ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മൂന്നാർ ചെന്ന് ഇറങ്ങുമ്പോഴേക്കും അവിടെ കുറേ ഓട്ടോക്കാർ, ജീപ്പിൻ്റെ ആൾക്കാരൊക്കെ നമ്മളെ വന്നങ്ങോട്ട് പൊതിയും. അവർ ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ട് കാണിച്ചു തരാം, എന്താ പറയുക, റീസണബിൾ റേറ്റിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് അവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗം കൂടിയാണല്ലോ. പക്ഷേ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, നമ്മൾ ഡബിൾ ഡക്കറിൽ തന്നെ മൂന്നാർ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. ഡബിൾ ഡക്കറിൽ നമുക്ക് 5 വ്യൂ പോയിൻറ്റ്സ് ആണ് അവർ കവർ ചെയ്യാമെന്ന് പറഞ്ഞത്. ഈ കാണുന്നതാണ് ആദ്യത്തെ വ്യൂ പോയിൻറ്റ്. എല്ലായിടത്തും ബസ് ഒരു 5 മിനിറ്റ് നിർത്തും. കയറാറായി കഴിഞ്ഞാൽ പിന്നെ അവർ വിസിലടിക്കും. അപ്പോൾ സത്യം അറിയാലോ, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വ്യൂസൊക്കെ കണ്ടാൽ അവിടെ ഇരിക്കും, പിന്നെ വരാൻ തോന്നുന്നില്ല. അതാണ് ഒരു കണ്ടോ എന്തൊരു ഭംഗിയല്ലേ കാണാൻ. സത്യം പറഞ്ഞാൽ ക്യാമറയിലൊന്നും ആ ഭംഗി അത്രയ്ക്ക് അറിയണില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ദേവികുളം റേഡിയോ സ്റ്റേഷൻ എന്നാണ് അവർ കണ്ടക്ടർ പറഞ്ഞു തന്നത്. അവരെല്ലാ വ്യൂ പോയിൻറ്റിലും അല്ലെങ്കിൽ പോണ വഴിക്കുള്ള സംഭവങ്ങളൊക്കെ നല്ല വിസ്തരിച്ച് പറഞ്ഞു തരും കേട്ടോ. ഇപ്പോൾ ഈ നിർത്തിയിരിക്കുന്നത് 2ാമത്തെ വ്യൂ പോയിൻ്റാണ്. ഇവിടെ കണ്ടക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കല്ല് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് മുകളിൽ ഇതല്ല, ഇത് ഈ കല്ല് മണ്ണൊക്കെ അവിടെ കല്ല് പിടിച്ചിരിക്കുക. 2ാമത്തെ വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകും തോറും കോട ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. നല്ല രസമായിരുന്നു അത്. ആണ് പെരിയക്കനാൽ വാട്ടർഫാൾ. കണ്ടോ എന്ത് രസമല്ലേ കാണാൻ. സത്യം പറഞ്ഞാൽ ഒരു ദിവസം പോരാ, 2-3 ദിവസമെങ്കിലും അവിടെയൊക്കെ നിന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യണം. പക്ഷേ നമുക്ക് സമയമില്ലാത്ത കാരണം നമ്മളൊന്ന് ഓടിപ്പോയി കണ്ടു വന്നതാണ്. പിന്നെ എല്ലാ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തും നിറയെ ഇതേമാതിരി ഭക്ഷണ സാധനങ്ങളുണ്ടാവും. അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ചൂടോടെ മറ്റേ കോണ്, മാഗി ഒക്കെ കഴിക്കുമ്പോഴൊരു ഇതുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ സ്മെല്ല് തന്നെ ആ തണുപ്പത്ത് വരുമ്പോൾ പറയണ്ട. നമ്മൾ പിന്നെ ഒരു പൈനാപ്പിൾ മാത്രമേ മേടിച്ചുള്ളൂ. അങ്ങനെ നമ്മൾ 3ാമത്തെ വ്യൂ പോയിൻറ്റും കണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടാറ്റയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിൽ ബസ് നിർത്തി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരൊക്കെ അവിടുന്ന് ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ. ആക്ച്വലി ഈ ഡബിൾ ഡക്കർ ബസ് കുറച്ച് ദിവസം മുന്നേ ഒരു ആക്സിഡൻറ്റിൽ പെടുകയും അതിൻ്റെ സർവീസ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു എന്നാണ് പിന്നീട് അറിഞ്ഞത്. പിന്നെ നമ്മൾ പോയ അന്ന്, അതായത് ഫ്രൈഡേ തൊട്ടിട്ടാണ് ഇത് പിന്നെയും സർവീസ് തുടങ്ങിയത് ഇത്ര. അപ്പോൾ അത് നമ്മളുടെ ഒരു വലിയ ഭാഗ്യം. ഞാനിതൊന്നും അറിയാണ്ടുണ്ടോ പോയത്. റോക്ക് കേവ്, ഇതാണ് നമ്മുടെ 4ാമത്തെ വ്യൂ പോയിൻറ്റ്. പക്ഷേ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയില്ല കേട്ടോ. എനിക്ക് ഇരുട്ട് പേടിയാണ്. പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. മൂന്നാറിലെ സ്ഥലങ്ങൾ കാണുന്ന അതേ എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു എനിക്ക് ഈ ഡബിൾ ഡക്കറിൽ ഇരിക്കുമ്പോഴും. എത്ര ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടും എനിക്ക് മതിയാവണേ ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്രയ്ക്ക് അതിഷ്ടമായി. മാത്രമല്ല നമ്മളിങ്ങനെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിൽ, ജീപ്പിൽ, ബൈക്കിൽ ഒക്കെ വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ സൈഡിൽ നിന്നിട്ട് ഭയങ്കര അത്ഭുതത്തോടു കൂടിയിട്ടാണ് നമ്മളുടെ ബസ്സിനെ നോക്കിയിരുന്നത്. അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഹൈലി റെക്കമെൻഡഡ് എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. എന്തായാലും മൂന്നാറിൽ പോണ ആൾക്കാർ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഉയരം കൂടുന്തോറും ചായക്ക് മാത്രമല്ല കേട്ടോ സ്വാദ് കൂടുക. ഉയരത്തിരുന്നിട്ട്, അതായത് നമ്മളുടെ ഡബിൾ ഡക്കറിൽ ഇരുന്നിട്ട് മൂന്നാർ കാണുമ്പോൾ അതിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതാണ് നമ്മുടെ 5ാമത്തെ, അതായത് ലാസ്റ്റ് വ്യൂ പോയിൻ്റ്.
നമ്മൾ ബസ് ഒരു സൈഡിലാക്കി തന്നിട്ട് അവർ പറഞ്ഞു ഒരു 5 മിനിറ്റ് സമയം എടുത്തോളൂ, ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാമെന്ന്. പിന്നെ പറയണ്ടല്ലോ, ഫോട്ടോ വീഡിയോ കൊണ്ട് 5 കളിയായിരുന്നു. മാത്രമല്ല ആ കണ്ടക്ടർ ഉണ്ടല്ലോ, ഒരു 5-6 പ്രാവശ്യം വിസിലടിച്ചിട്ടാണ് ആൾക്കാർ ഒന്ന് തിരിച്ചു പോയത്. അതും ബസ്സിലാകെ മൊത്തം 8-10 പേരേ ഉള്ളൂ എന്ന് ആലോചിക്കണം. അപ്പോൾ ബസ് ഫുള്ളായിരുന്നു വെച്ചാൽ ഈ ഒരു വ്യൂ പോയിൻറ്റിലായിരിക്കും അധിക നേരം ടൈം എല്ലാവരും സ്പെൻഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മളുടെ ഡബിൾ ഡെക്കർ ബസ് 12 മണിയോട് കൂടിയിട്ട് മൂന്നാർ ബസ് ഡിപ്പോയിൽ തിരിച്ചെത്തി. നമ്മൾ അവിടെ നിന്ന് ലഞ്ചും കഴിച്ച് 1 മണിക്ക് എറണാകുളത്തോട്ടൊരു ബസ് ഉണ്ടായിരുന്നു, അതിൽ കയറി. അതിൽ ഓൾറെഡി ബുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇഷ്ടമാതിരി സീറ്റ് കാലി കിടക്കുന്നുണ്ടായിരുന്നു. ബസ്സിൽ കയറി ഒരു ചെറിയ ഉച്ചമയക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എറണാകുളം KSRTC സ്റ്റാൻഡിൽ തിരിച്ചെത്തി. രാവിലെ 3:30 തുടങ്ങിയ യാത്ര വൈകുന്നേരം 6 മണിയോടുകൂടി നമ്മൾ അവസാനിപ്പിച്ചു. രാവിലെ പോകുമ്പോൾ ആകെ 2-3 ബസ് ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വരുമ്പോൾ കണ്ടോ എത്ര ബസ്സുകളാണ് കിടക്കുന്നത്. എന്തായാലും ജീവിതത്തിലത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു 1 ഡേ ട്രിപ്പ് മൂന്നാറിലോട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.